എന്റെ സഹോദരന്മാരെ, നോമ്പാകുന്ന ആയുധത്താൽ നമുക്ക് യുദ്ധം ചെയ്യാം. മശിഹായിൽ പൂർണ്ണന്മാരായ നോമ്പുകാർ അതിനാൽ വിജയികളായിത്തീരുന്നു. നമ്മുടെ കർത്താവ് ദുഷ്ടനോട് അതിനാൽ പോരാടി. മലമുകളിൽ വച്ച് മോശ അതിനാൽ വെണ്മ പ്രാപിച്ചു. ഏലിയ അതിനാൽ രഥത്തിൽ ആരോഹണം ചെയ്തു. നീതിമാന്മാർ അതിനാൽ ശ്രേഷ്ഠരാകുകയും സഹദേന്മാർ കിരീടം ധരിപ്പിക്കുകയും ചെയ്തു. അതിനെ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അപ്പവും വെള്ളവും വെടിഞ്ഞുള്ള ഉപവാസം നിസ്സാര നോമ്പായി കണക്കിടപ്പെടുന്നു. അതിൽ ദാനധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പാകെ അത് വലിയതാകുന്നു. ഉപവസിക്കുകയും ദരിദ്രന്മാർക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നവന്റെ പ്രതിഫലം വലുതും അവന്റെ നോമ്പ് സ്വീകാര്യവും ആകുന്നു. ദാനം ചെയ്യുന്നവനില്ലാതിരുന്നാലും തൻ്റെ നോമ്പിൽ സ്നേഹം കലർന്നിരിക്കുന്നുവെങ്കിൽ അവൻ ആത്മീകരോടുകൂടെ ചേർക്കപ്പെടുകയും പുനരുത്ഥാന ദിവസത്തിൽ മണവറയ്ക്ക് യോഗ്യനായി തീരുകയും ചെയ്യുന്നു. സീനായി മലയിൽ വെച്ച് മോശ 40 ദിവസം നോമ്പ് നോൽക്കുകയും കർത്താവിൻ്റെ തേജസ്സിൽ നിന്ന് അവൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്തു. കൽപ്പലകകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന 10 കൽപ്പനകൾ അവൻ വാങ്ങി. നോമ്പാൽ ജീവനുള്ള ബലിയാൽ ഇമ്പപ്പെടുന്ന വിശ്വസ്തയായ സഭയെ നിനക്ക് ഭാഗ്യം. സ്വർഗത്തിലും ഭൂമിയിലും നിന്നെ ശ്രേഷ്ഠമാക്കിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു.